Okay, let's turn our attention to the book of the Gospel of Matthew, chapter 5, verse 48. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 48-ാമത്തെ വാക്യം. Praise the Lord. Hallelujah. Amen. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കർത്താവേ ഏത് വചനമാണ് സംസാരിക്കേണ്ടതെന്ന്. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഈ വാക്യം ദൈവം എൻ്റെ ഹൃദയത്തിലേക്ക് നൽകുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഫാദേഴ്സ് ഡേ ആയതുകൊണ്ട് ഈ വാക്യം എടുത്തതല്ല. ഞാൻ പ്രാർത്ഥിച്ച് ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്ന വാക്യമാണ്. പിന്നീടാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ഈ വചനം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ വന്നത് ഇന്ന് ഫാദേഴ്സ് ഡേയും കൂടെയാണ്. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങളും സ്വർഗീയ പിതാവിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. ദൈവം നമുക്ക് നൽകി തന്ന ഈ വാക്യത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. Matthew chapter 5 verse 48. All the children, amen, please be attentive. Okay, amen, we have a very limited time. We are going so fast, and be attentive. Okay, I'll ask some questions. Amen. Praise the Lord. Hallelujah. Okay, so നമ്മൾ വായിച്ചു, നമ്മുടെ സ്വർഗീയ പിതാവ് സൽഗുണ പൂർണ്ണരായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണ പൂർണ്ണരാകുവീൻ. ഹല്ലേലൂയ. ആമേൻ. You therefore must be perfect as your heavenly Father is perfect. ഇംഗ്ലീഷിനേക്കാൾ കുറച്ചുകൂടെ എനിക്ക് നല്ലതായിട്ട് തോന്നിയത് മലയാളത്തിലാണ്. സൽഗുണ പൂർണ്ണനായിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം മുതൽ 7-ാം അധ്യായം വരെ ലോകത്ത് ഇന്ന് വരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ പ്രസംഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സെർമൺ ഓൺ ദി മൗണ്ട്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ പർവ്വത പ്രസംഗമാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം മുതൽ 7-ാം അധ്യായം വരെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ലോകത്ത് ഇന്ന് വരെ ഉണ്ടായി വെച്ചിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായ പ്രസംഗം. ഏറ്റവും ശ്രേഷ്ഠമായ സെർമൺ, ദി സെർമൺ ഓൺ ദി മൗണ്ട്. ഹല്ലേലൂയ. ഈ പർവ്വത പ്രസംഗത്തിൽ കർത്താവായ യേശു ക്രിസ്തു അഷ്ടസൗഭാഗ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷത്തിൽ അങ്ങനെയാണ് കാണുന്നത്. അഷ്ടസൗഭാഗ്യങ്ങൾ, ദ ബിയാറ്റിറ്റ്യൂഡ്സ് നമ്മൾ കാണുന്നു. അത് കഴിഞ്ഞിട്ട് കർത്താവ് പറയുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. യു ആർ ദ സോൾട്ട് ഓഫ് ദി എർത്ത്. ബട്ട് ഇഫ് ദ സോൾട്ട് ലോസസ് ഇറ്റ്സ് saltiness, how can it be made salty again? It is no longer good for anything except to be thrown out and trampled by men. Are you all here, children? Yeah. You are the salt of the earth. You are the light of the world. നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാകുന്നു. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഹല്ലേലൂയ. ഈ കാര്യങ്ങൾ കർത്താവ് പറയുന്നു. എന്നിട്ട് പറയുന്നു, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല. വിളക്ക് കത്തിച്ചിട്ട് പറയിൻ കീഴ് വെക്കത്തില്ല, തണ്ടിന്മേലാണ് വെക്കുന്നത്. നിങ്ങളുടെ നല്ല പ്രവർത്തികൾ, അവിടെ അതാണ് പറയുന്നത്, നിങ്ങളുടെ നല്ല പ്രവർത്തികൾ. 5:16, 5:16 എന്ന് വായിക്കാമോ? യെസ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ടിട്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തക്കവണ്ണം നിങ്ങളുടെ നല്ല പ്രവർത്തികൾ, നിങ്ങൾ നല്ല പ്രവർത്തികൾ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവ് പറയുന്നു 5-ാം അധ്യായം 20-ാം വാക്യം, നിങ്ങളുടെ നീതി പരീശന്മാരുടെയും ഹല്ലേലൂയ ന്യായശാസ്ത്രിമാരുടെയും നീതിയെ കവിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അല്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. നിങ്ങളുടെ നീതി പരീശന്മാരുടെയും ന്യായശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നതായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം കർത്താവായ യേശു ക്രിസ്തു, ജീസസ് ക്രൈസ്റ്റ് ഈസ് റീഇൻറ്റർപ്രറ്റിംഗ് ദി ഓൾഡ് ടെസ്റ്റമെന്റ് കമാൻഡ്മെന്റ്സ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് റീഇൻറ്റർപ്രറ്റിംഗ്. കർത്താവായ യേശു ക്രിസ്തു പഴയ നിയമത്തിലെ കൽപ്പനകളെ വീണ്ടും അതിനെ വ്യാഖ്യാനിക്കുക, പുനർവ്യാഖ്യാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ആമേൻ. We are discussing about a sermon. What is the name of the sermon?
Yeah. Anyone here? Which sermon we are dealing with? Any idea? Sermon on the? Yeah, Sermon on the Mount. അപ്പോൾ ഹല്ലേലൂയ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു, ജീസസ് ക്രൈസ്റ്റ് ഈസ് റീഇൻറ്റർപ്രറ്റിംഗ് ദി ഓൾഡ് ടെസ്റ്റ്മെന്റ് കമാൻഡ്മെന്റ്സ്. പഴയ നിയമ കൽപ്പനകളെ യേശു ക്രിസ്തു പുനർവ്യാഖ്യാനം ചെയ്യുകയാണ്. ആമേൻ. പഴയ നിയമത്തിൽ പറയുന്നു, നിങ്ങൾ കൊല ചെയ്യരുത്, കൊല ചെയ്യരുത്, നിങ്ങൾ ന്യായവിധിക്ക് ആമേൻ പാത്രീഭൂതരായിത്തീരും നിങ്ങൾ കൊല ചെയ്താൽ. എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവ് പറയുന്നു, സഹോദരനോട് കോപിച്ചാൽ. ശ്രദ്ധിക്കണേ, നമ്മളിതൊക്കെ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. സഹോദരനോട് കോപിച്ചാൽ നീ ന്യായവിധിക്ക് യോഗ്യനാകും. അടുത്ത ഭാഗത്തിൽ പറയുന്നു, സഹോദരനെ മൂഢ, ഫൂൾ എന്ന് വിളിച്ചാൽ എന്ത് ചെയ്യും? അഗ്നി നരകത്തിന് യോഗ്യനായി തീരും. പ്രൈസ് ദി ലോർഡ്. സഹോദരന്മാരെ ഫൂൾ എന്ന് വിളിക്കുന്നത് അത് സഹോദരന്മാരാണെങ്കിലും സഹോദരിമാരാണ്. സഹോദരന്മാരെ എന്നേ ഉള്ളതുകൊണ്ട് ഇറ്റ് ഇസ് ഓൺലി ആപ്ലിക്കബിൾ ടു ബ്രദേഴ്സ്. നോ, ഇറ്റ്സ് ആപ്ലിക്കബിൾ ടു സിസ്റ്റേഴ്സ് ആസ് വെൽ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഫൂൾ എന്ന് വിളിച്ചാൽ, കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ടോ? എന്ത് വിളിച്ചാലാ? ഫൂൾ. ഡു നോട്ട് കോൾ എനിവൺ ഫൂൾ. ഓക്കെ? സ്തോത്രം. എന്ത് ചെയ്യും? നിങ്ങൾ അഗ്നി നരകത്തിന്. അപ്പോൾ പഴയ നിയമത്തിൽ കൊലപാതകം ചെയ്താൽ, ഇവിടെ കോപിച്ചാൽ, ഇവിടെ ഫൂൾ എന്ന് വിളിച്ചാൽ, സ്തോത്രം. പുതിയ നിയമത്തിൽ അടുത്ത ഭാഗത്തിൽ പറയുകയാണ്, പഴയ നിയമത്തിൽ പറയും നിങ്ങൾ വ്യഭിചാരം ചെയ്യരുത്. പുതിയ നിയമത്തിൽ പറയാം, മോഹിക്കേണ്ടതിന് സ്ത്രീയെ നോക്കുന്നവന് ഹൃദയം കൊണ്ട് ഹല്ലേലൂയ ലസ്റ്റ്ഫുള്ളി നമ്മൾ നോക്കിയാൽ, ലസ്റ്റോടുകൂടി നമ്മൾ നോക്കിയാൽ നമ്മൾ ആമേൻ ഓൾറെഡി കമ്മിറ്റഡ് അഡൾട്ടറി. ഹല്ലേലൂയ. ആമേൻ. അടുത്ത ഭാഗത്തിൽ പറയുന്നു, ഡിവോഴ്സ് ഉപേക്ഷണ പത്രം കൊടുത്തിട്ട് ഉപേക്ഷിക്കാമെന്നുള്ളൊരു ഒരു കാര്യം. മോശ നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തം അത്ര എന്ന് കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രമാണത്തിനകത്ത് ഡിവോഴ്സ് എന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഡിവോഴ്സ് എന്ന് പറഞ്ഞ പരിപാടി ഇല്ല. ആമേൻ. കർത്താവ് പറയുന്നത് ഉപേക്ഷിക്കരുതെന്നാ. ആദിയിൽ ദൈവം ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ഹല്ലേലൂയ. ആണുമായിട്ടല്ല, പെണ്ണുമായിട്ടല്ല, ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവം ഫാമിലിയെ സ്ഥാപിച്ചു. ഏക ഭർത്താവ് അല്ലേ? 2-3 ആദമും ഒരു ഹവയല്ല, 2-3 ഹവമാരും ഒരാദവും അല്ല, ഒരാദമും ഒരു ഹവയും ഉള്ളായിരുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആദിമ ഏദനിൽ ദൈവം വിഭാവനം ചെയ്ത കുടുംബം അങ്ങനെയാണ്. ഹല്ലേലൂയ. അതാണ് ദൈവം സ്ഥാപിച്ച കുടുംബം എന്ന് പറയുന്നത്. പിന്നീട് പഴയ നിയമത്തിൽ നമുക്കറിയാം, അതിനകത്ത് ഒത്തിരി വ്യത്യാസം വന്ന കാര്യങ്ങളൊക്കെ അറിയാം. അത് പാപനിമിത്തം പിന്നീട് വന്ന കാര്യങ്ങളാണ്. അതിനെക്കുറിച്ചെല്ലാം പറയാൻ സമയമില്ല. ഹല്ലേലൂയ. പുതിയ നിയമത്തിലും കർത്താവ് പറയുന്നു, ഹല്ലേലൂയ, ഭാര്യയെ ഉപേക്ഷിക്കരുത്, ഭർത്താവിനെ ഉപേക്ഷിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ സ്വത്രം അത് നിമിത്തം ഉണ്ടാകുന്ന പാപത്തെക്കുറിച്ചും പറയുന്നുണ്ട്. സ്വത്രം. ഞാൻ വളരെ വേഗത്തിൽ മുമ്പോട്ട് പോവാ. പിന്നെ പറയുകയാണ്, സത്യം ചെയ്തത് നിവർത്തിക്കണം. അപ്പോൾ പഴയ നിയമത്തിൽ സത്യം ചെയ്യാം. യെരുശലേമിനെ ചൊല്ലി എൻ്റെ ദൈവത്താണേ, അല്ലേ, എൻ്റെ ദൈവത്താണേ, യെരുശലേമിനാണേ. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? സ്തോത്രം. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് നിർത്തിക്കോണം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുകയാണ്, നിങ്ങൾ പറയുന്നത് ഉവ്വ് എന്നും ഇല്ല എന്നുമായിരിക്കണം. പ്ലെയിൻ ആയിട്ട് നമ്മൾ പറയുന്ന കാര്യം സത്യമായിരിക്കണം. ഹല്ലേലൂയ. നമ്മളൊരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മളൊരു കാര്യം പറയുമ്പോഴേ അടുത്ത ആളോട് ഇതുള്ളതാണോ ഈ പുള്ളി പറയുന്നത് എന്ന് ചോദിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളെ അത്ര വിശ്വാസം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ സത്യമായിരിക്കണം. ആമേൻ. ആമേൻ. ചിൽഡ്രൻ, you have to tell the truth when you are caught. You have to tell the truth. Is it like that? No. yaanu paranju ivda aro. No, you have to tell the truth always, isn't it?
You have to tell the truth always, all the children. Not when you are caught, but always you have to tell the truth. It is applicable to each and every one of us. നമ്മൾ പറയുന്ന കാര്യങ്ങൾ സത്യമായിരിക്കണം. നമ്മുടെ കർത്താവ് ഒന്നും ഇല്ല എന്നുവാ, അതിൻ്റെ ഇടയ്ക്കൊരു പരിപാടിയില്ല. എസ് ഓർ നോ എന്ന് പറയുമ്പോൾ ഓർ എന്ന് പറഞ്ഞ പോലെ അങ്ങനെയുള്ള പരിപാടിയില്ല. എസ് ഓർ നോ ഓർ, ഇടയ്ക്കുള്ള പരിപാടി കർത്താവിന് ഇല്ല. എസ് എന്നും നോ എന്നും മാത്രമേ ഉള്ളൂ. ഉവ്വ് എന്നും ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പറയുന്നത് അങ്ങനെ ആയിരിക്കണമെന്ന്. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ കർത്താവ് റീഇൻറ്റർപ്രറ്റ് ചെയ്യുക. ദ ഓൾഡ് ടെസ്റ്റമെൻറ്റ് കമാൻഡ്മെൻറ്റ്സിനെ കർത്താവ് റീഇൻറ്റർപ്രറ്റ് ചെയ്യുക. The New Testament standard is higher than that of the Old Testament. You may be thinking that, New Testament is easy. No. Hallelujah. You need the grace of God. You need the grace of God. ദൈവത്തിന്റെ കൃപ നിനക്ക് ആവശ്യമാണ്, നമുക്ക് ആവശ്യമാണ്. We need the grace of God to live a victorious Christian life in this sinful world. Hallelujah. Amen. ഈ ലോകത്തിൽ പാപം നിറഞ്ഞ ലോകത്തിൽ ജഡത്തിൽ ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ ദൈവത്തിന്റെ കൃപ കൂടിയേ തീരത്തുള്ളൂ. Praise the Lord. ഹല്ലേലൂയ. അപ്പോൾ ഈ കാര്യങ്ങൾ കർത്താവ് പറയുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, instead of getting angry at someone who has offended us, we should make the first move towards reconciliation. Hallelujah. Instead of merely avoiding sexual affairs, we should do whatever it takes to root out lust within us. We have to root out the lust within us. Not merely getting away from sexual sins, but you have to root out the lust that is inside. Hallelujah. Instead of taking advantage of divorce laws, that is the Old Testament, divorce laws, to get rid of the spouse we are tired of, we should honor God's original intent of marriage. അതാ ഞാൻ പറഞ്ഞത്, in the Garden of Eden. Hallelujah. Instead of making oaths to make ourselves reliable, we should speak the plain truth. സത്യമായിട്ടും പറയുക, അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ പറയുന്ന സത്യമാണെന്ന് ബോധ്യം ഉണ്ടാവണം. Hallelujah. Instead of wanting someone who has hurt us to get punishment, we should do good to them. അടുത്ത ഭാഗത്തിൽ കർത്താവ് അതാ പറയുന്നത്. നമ്മൾ ശത്രുവിനോട് പ്രതികാരം ചെയ്യാനല്ല, ശത്രുവിനെ സ്നേഹിക്കാനും ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കാനുമാണ് കർത്താവ് പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, നമ്മുടെ വാക്യം, പ്രധാന വാക്യം, ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ. സൽഗുണം എന്ന് പറയുന്നത് നല്ല ഗുണം. സൽഗുണം എന്ന് പറഞ്ഞാൽ ആണോ? നിങ്ങളുടെ സ്വർഗീയ പിതാവ്. നമുക്കൊരു സ്വർഗീയ പിതാവുണ്ട്. വി ഹാവ് എ ഹെവൻലി ഫാദർ. ആ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനാണ്, നല്ല ഗുണങ്ങളെ കൊണ്ട് നിറഞ്ഞവനാണ്. Hallelujah. Our heavenly father is perfect. Can you all the children, can you say that? Our heavenly father is ഒന്നുകൂടെ പറ, എൻ്റെ കൂടെ പറയണം. You have to say along with me, okay? Our heavenly father is, can you repeat? Yeah. Our heavenly father is, once again, our heavenly father is perfect. ഹല്ലേലൂയ. നമ്മുടെ സ്വർഗീയ പിതാവ് ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആപ്ലിക്കബിൾ ആണ്. ഓക്കെ. ആമേൻ. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു Nathania, Juwan, and here Ashwath and everyone. Yeah, Lisa, Priyovin, everyone. Okay. So our heavenly father is perfect. നമുക്കൊരു സ്വർഗീയ പിതാവുണ്ട്. We have a heavenly father. ഒന്നാമത്തെ കാര്യം, our heavenly father is perfect എന്ന് ഇംഗ്ലീഷ് പറയുന്നു. നമ്മുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളും സൽഗുണപൂർണരായി തീരണം. എത്ര പേർക്ക് മനസ്സിലാകുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സിൻലെസ് പെർഫെക്ഷനെ കുറിച്ചല്ല പറയുന്നത്. ശ്രദ്ധിക്കണം. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? ആർ യു ഓൾ വിത്ത് മീ?
ഇവിടെ നമ്മളിപ്പോൾ പറയും, ഈ വാക്യം എടുത്തിട്ട് നമുക്ക് സിൻലെസ് പെർഫെക്ഷൻ, ഒരു തെറ്റുപോലും ചെയ്യാത്ത നിലയിലുള്ളൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ജീവിതം, അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ അതിനുവേണ്ടി ട്രൈ ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ദൈവകൃപയിൽ ആശ്രയിക്കുകയാണ്. പാപം ചെയ്യാതെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും നമ്മൾ ശ്രമിക്കുക ആണോ? ശ്രമിക്കണം. ക്രിസ്തുവിൻ്റെ തലയോളം വളരണം, അതാണ് നമ്മുടെ ആഗ്രഹം. പാപം ചെയ്യാതെ ജീവിക്കണം, അതാണ് നമ്മുടെ ആഗ്രഹം. ഹല്ലേലൂയ. പക്ഷേ മനുഷ്യനല്ലേ, പാപം വരാനുള്ള സാധ്യതയുണ്ട്. It's not an excuse to commit sin. Praise the Lord. Hallelujah. It's not an excuse to commit sin. Amen. നമ്മളിൽ പാപമില്ല എന്ന് പറയുന്നുവെങ്കിൽ നമ്മൾ ദൈവത്തെ അസത്യ കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചിട്ട് അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നു, നമ്മിൽ പാപമില്ല എന്ന് നമ്മൾ പറയുന്നെങ്കിൽ നമ്മൾ അവനെ അസത്യവാദിയാക്കുന്ന ആരെ? ദൈവത്തെ. അപ്പം നമ്മിൽ ഒരുവൻ പാപം ചെയ്തുവെങ്കിലോ കർത്താവായ യേശു ക്രിസ്തു എന്ന മധ്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ വലതുഭാഗത്തുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് മാത്രമല്ല സർവ്വലോകത്തിൻ്റെ പാപത്തിന് പരിഹാരമാകുന്നു, പ്രായശ്ചിത്തമാകുന്നു. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ വരാനുള്ള സാധ്യതകളുണ്ട്. ബട്ട് എവറി ഡേ, ഈച്ച് ആൻഡ് എവറി ഡേ, എവറി അവർ വി ആർ ട്രൈങ് ടു ബി പെർഫെക്റ്റ് ലൈക്ക് അവർ ഹെവൻലി ഫാദർ. നമ്മുടെ സ്വർഗീയ പിതാവിനെ പോലെ പെർഫെക്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ദൈവകൃപയിൽ ആശ്രയിക്കേണ്ടത്. പക്ഷേ ആ പെർഫെക്ഷൻ എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നതെന്ന് അറിയാവോ? വെൻ വി വിൽ ബി ഗ്ലോറിഫൈഡ്. നമ്മൾ തേജസ്കരിക്കപ്പെടുമ്പോഴാണ് ആ പെർഫെക്ഷനിലോട്ട്, ദൈവം ആഗ്രഹിക്കുന്ന പെർഫെക്ഷനിലോട്ട് നമ്മൾ എത്തപ്പെടുന്നത്. ഹല്ലേലൂയ. അതുവരെ നമ്മുടെ ജീവിതത്തിൽ കുറവുകളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. There are chances because we are living in this flesh. ഹല്ലേലൂയ. അപ്പോൾ സ്വർഗീയ പിതാ, അപ്പോൾ പിന്നെ എന്താ ഇവിടെ ഇതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്തുവാ? ഇതിൻ്റെ അർത്ഥം എന്തുവാ? ഓ, എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ പിന്നെ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഹല്ലേലൂയ. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ലെന്ന്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ, കർത്താവ് നമ്മുടെ ജീവിതത്തിലോട്ട് വന്നപ്പോൾ നമ്മൾ കർത്താവിൻ്റെ മക്കളായി തീർന്നു, നമ്മൾ വിശുദ്ധരായി തീർന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ the righteousness of Jesus came to us. All of our sins we transferred or we had given to or we lay upon Jesus. കർത്താവിന് വേണ്ടിയിട്ടു. അതല്ലേ പഴയ നിയമത്തിൽ ആടിൻ്റെ മുകളിൽ കൈവച്ചിട്ട്, അല്ലെങ്കിൽ യാഗമൃഗത്തിൻ്റെ മുകളിൽ കൈവച്ചിട്ട് പറയും, എൻ്റെ പാപം മുഴുവൻ ഈ യാഗമൃഗത്തിന് മേലില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ പാപങ്ങൾ കർത്താവിൻ്റെ മേലാകുന്നു. കർത്താവിൻ്റെ നീതി, the righteousness of Jesus comes to our life. സോ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ വിശുദ്ധരായോ? യെസ്, വിശുദ്ധരായി. We are positionally perfect in Christ. ദൈവ പൈതൽ എന്ന നിലയിൽ ക്രിസ്തുവേശുവിനെ അക്സെപ്റ്റ് ചെയ്ത നിമിത്തമായി നമ്മൾ വിശുദ്ധന്മാരായി തീർന്നു. നമ്മൾ വിശുദ്ധന്മാർ കുറവുകളുള്ള വിശ്വാസികളെ നോക്കി ലേഖനത്തിൽ അപ്പോസ്തലൻ വിളിക്കുന്നത് വിശുദ്ധന്മാരെന്നാ. സ്തോത്രം. അനീഷ് കാവാലം പറയുന്ന പോലെ, സ്തോത്രം, പാസ്റ്റർ അനീഷ് കാവാലം പറയുന്നത് പോലെ വേറെ എന്തെങ്കിലും വിളിക്കാൻ പറ്റത്തില്ല. വിശുദ്ധന്മാരെയും തന്നെയാണ് വിളിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. അപ്പോൾ പൊസിഷൻ വൈസ് നമ്മൾ വിശുദ്ധന്മാരാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റ് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെല്ലാവരും വിശുദ്ധന്മാരാണ് പൊസിഷണലി. പക്ഷേ but our characters are not yet perfect. Hallelujah. നമ്മുടെ സ്വഭാവം, ഹല്ലേലൂയ, ജീവിതം ഇന്നും ശരി അല്ലേ? നമ്മൾ അണ്ടർ ദൈവത്തിന് പാടുന്ന പോലെ ജീവിതം ഇന്നും ശരിയായിട്ടല്ല. അയ്യോ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇപ്പം ആരും പാടത്തില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മുടെ ക്യാരക്ടർ ഇപ്പോഴും ശരിയായിട്ടില്ലെന്ന്. അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും
സൽഗുണപൂർണ്ണനാകണം. സ്വർഗീയ പിതാവിൻ്റെ സ്വഭാവം നമ്മിൽ വെളിപ്പെടണം, നമ്മുടെ സ്വഭാവത്തിൽ വെളിപ്പെടണം, നമ്മുടെ പ്രവർത്തികളിൽ വെളിപ്പെടണമെന്ന്. അതാണ് നമ്മൾ ആദ്യം വായിച്ച് 5:16, 5-ാം അധ്യായം. നമ്മൾ പൊസിഷൻ വൈസ് വിശുദ്ധന്മാരാണ്, ദൈവ പൈതലാണ്, ദൈവ മക്കളെന്ന പദവി നമുക്ക് പൊസിഷൻ. നമ്മുടെ പൊസിഷൻ എന്താ? നമ്മൾ ക്രിസ്തുവിലാരാ? ചില ദൈവ പൈതലല്ലേ, വിശുദ്ധന്മാരല്ലേ. നമ്മുടെ പൊസിഷൻ വൈസ് നമ്മൾ വിശുദ്ധരാ. പക്ഷെ നമ്മുടെ ക്യാരക്ടർ ക്രൈസ്റ്റ് ലൈക്ക് ക്യാരക്ടർ, പെർഫെക്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറിലേക്ക് നമ്മൾ വളരണം ഓരോ ദിവസവും. Hallelujah. We are sanctified positionally. We are being sanctified daily by denying our sins. ഓരോ ദിവസവും നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക്. വിശുദ്ധൻ ഇനി തന്നെ വിശുദ്ധീകരിക്കട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ. ഓരോ ദിവസവും വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് ഓരോ ദിനങ്ങളിലും വളരണമെന്ന ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങൾ സ്വർഗീയ പിതാവിനെ പോലെ ആകണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതാ സ്റ്റാൻഡേർഡ്. അല്ലെങ്കിൽ ക്രിസ്തുവിനെ പോലെ ആകണം, അതാ സ്റ്റാൻഡേർഡ്. അതിൽ കുറഞ്ഞൊരു സ്റ്റാൻഡേർഡ് ഇല്ല. സ്തോത്രം. പാസ്റ്ററിനെ പോലെ ആകണം എന്നല്ല ദ ബിബ്ലിക്കൽ സ്റ്റാൻഡേർഡ്, ദൈവം വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ്. ഹല്ലേലൂയ. ആമേൻ. മൂപ്പനെ പോലെ ആകണമെന്നോ പാസ്റ്ററിനെ പോലെ ആകണമെന്നോ ആമേൻ സ്തോത്രം ഒന്നുമല്ല, ക്രിസ്തുവിനെ പോലെ ആകണമെന്ന. അതാണ് ആമേൻ ദൈവം വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ്. അതിൽ കുറഞ്ഞൊരു സ്റ്റാൻഡേർഡ് ദൈവത്തിനില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് വിട്ട് ദൈവം താഴോട്ട് വരത്തില്ല. ആമേൻ. നമ്മൾ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിനൊപ്പം എത്തണം. അതാ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ സ്വർഗീയ പൗരന്മാരാണെന്നാണ് പറയുന്നത്. വി ആർ സിറ്റിസൺസ് ഓഫ് ഹെവൻ. ആമേൻ. ആ ഒരു എല്ലാവരും ഇവിടെ ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. സ്വർഗീയ സിറ്റിസൺ ആണെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ എപ്പോഴും കാണിക്കണം. ആമേൻ. സ്വർഗീയ പിതാവിൻ്റെ സ്റ്റാൻഡേർഡ് നമ്മൾ കാണിക്കണം. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ പ്രവൃത്തിയിൽ. ആമേൻ. സ്തോത്രം. സ്വർഗീയ പിതാവിൻ്റെ സ്വഭാവം അല്ലേ, അത് പറയാറുണ്ട്. അപ്പൻ്റെ അതേ സ്വഭാവമാണ് അല്ലേ. ഹല്ലേലൂയ. അപ്പൻ്റെ അതേ സ്വഭാവം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. വളരെ അഭിമാനത്തോടെ പറയുന്നേ അല്ലേ. കുഴപ്പമില്ല, നല്ല സ്വഭാവമാണെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. ഹല്ലേലൂയ. പക്ഷെ അതിനേക്കാൾ നല്ലത് ആമേൻ കർത്താവിൻ്റെ സ്വഭാവം എൻ്റെ കുഞ്ഞിൽ വെളിപ്പെടട്ടെ എന്ന് പറയുന്നതാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ സ്വഭാവം നമുക്ക് വേണ്ടി ആമേൻ കാൽവരിയിൽ മരിച്ച കർത്താവിൻ്റെ സ്വഭാവം നമ്മുടെ കുഞ്ഞുങ്ങളിൽ വെളിപ്പെടട്ടെ എന്ന് ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവ്, നമുക്കൊരു പിതാവുണ്ട്. നമുക്ക് ഭൂമിയിൽ ആമേൻ മാതാവുണ്ട്, പിതാവുണ്ട്. സ്വർഗത്തിൽ നമുക്കൊരു പിതാവുണ്ട്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ. കുടുംബത്തിൻ്റെ തല എന്ന് പറയുന്നത് ഭർത്താവാണ്, പിതാവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പിതാവാണ്, ഭർത്താവാണ് കുടുംബത്തിൻ്റെ തല എന്ന് പറയുന്നത്, കുടുംബത്തിൻ്റെ നാഥൻ എന്ന് പറയുന്നത്. ദൈവം അതാ ആ ഒരു വ്യവസ്ഥയെ വെച്ചിരിക്കുന്നത്. ദൈവം, ക്രിസ്തു, ഭർത്താവ്, ഭാര്യ. ഹല്ലേലൂയ. ആമേൻ. അതിനകത്ത് ഒരു ചേഞ്ചും ഇല്ല. ആമേൻ. ദൈവം, ക്രിസ്തു, ഭർത്താവ്, ഭാര്യ. അതാ ഡിവൈൻ ഓർഡർ. ലോകത്തിന് പല ഓർഡർ കാണും, പക്ഷേ ദൈവത്തിന് ഒറ്റ ഓർഡറേ ഉള്ളൂ. അത് ബിബ്ലിക്കൽ സ്റ്റാൻഡേർഡാ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പിതാവിന് പുത്രൻ കീഴടങ്ങിയിരിക്കുന്നു, പുത്രന് ആമേൻ ഭർത്താവായിരിക്കുന്ന ഭർത്താവ് കീഴടങ്ങിയിരിക്കണം, ഭർത്താവിന് ഭാര്യ കീഴടങ്ങിയിരിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദാറ്റ് ഈസ് ദ ബിബ്ലിക്കൽ സ്റ്റാൻഡേർഡ്. ദാറ്റ് ഈസ് ദ ഡിവൈൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ആമേൻ സ്തോത്രം. മക്കള് മാതാപിതാക്കളെ അനുസരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. മാതാപിതാക്കൾ മക്കളെ പത്യോപദേശത്തിൽ വളർത്തണം. ഇതൊക്കെ ആമേൻ ദൈവം കൊടുത്തിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസാണ്. ഹല്ലേലൂയ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളെ ദൈവം നൽകിയിരിക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ സ്വർഗത്തിലൊരു പിതാവുണ്ട്. അപ്പോൾ പിതാവിൻ്റെ പ്രത്യേകതകളൂടെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് നിർത്താം. ഹല്ലേലൂയ. അപ്പോൾ ഈ സ്വർഗീയ പിതാവിനെ സംബന്ധിച്ച് പറയുമ്പോൾ, സ്വർഗത്തിലെ നമ്മുടെ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ, ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സ്, സ്വഭാവങ്ങൾ പറയാൻ ഒത്തിരിയുണ്ട്. ഹല്ലേലൂയ. ഒത്തിരിയുണ്ട്. കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് ഉണ്ട്, ഇൻകമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവത്തെ ദൈവമാക്കുന്ന ചില ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അത് മനുഷ്യരിൽ ആരും ഉണ്ടാവത്തില്ല. എന്താണെന്നറിയാമോ? ദൈവത്തെ ദൈവമാക്കുന്നത് ഒംനിപൊട്ടൻറ്റ്, ഒംനീഷ്യൻറ്റ്, സോവറിൻ, ഇമ്മ്യൂട്ടബിൾ,
ട്രാൻസെൻഡന്റ്, ഹല്ലേലൂയ, ആമേൻ, സെൽഫ് എക്സിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ സർവശക്തൻ, സർവവ്യാപി, സർവജ്ഞാനി, സകലത്തിൻ്റെയും അധികാരി, ആമേൻ, എന്താ പറയുന്നത്, അൺചേഞ്ചിങ്, ഇമ്മ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ അൺചേഞ്ചിങ്, സെൽഫ് എക്സിസ്റ്റന്റ്. ദൈവം സ്വയം നിലനിൽക്കുകയാണ്. ദൈവം ആരെയും ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. അല്ലേ, ദൈവത്തിന് ആരുടെ സപ്പോർട്ട്? നമുക്ക് ആരെ ഡിപ്പെൻഡ് ചെയ്യാതെ ഒരിക്കലും ഒരു മനുഷ്യന് ഈ ഭൂമി ജീവിക്കാൻ പറ്റത്തില്ല. യു കനോട്ട് ലീവ് ഈവൻ എ സിംഗിൾ സെക്കൻഡ് വിത്തൗട്ട് ഡിപ്പെൻഡിങ് ഓൺ അതേഴ്സ്. നമ്മൾ കഴിക്കുന്ന ആഹാരം, നമ്മൾ കുടിക്കുന്ന വെള്ളം, നമ്മൾ ധരിക്കുന്ന വസ്ത്രം, ഇതൊക്കെ എവിടെ നിന്ന് വന്നു? ആരൊക്കെയോ കഷ്ടപ്പെട്ടതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ്. നമ്മൾ ഡിപ്പെൻഡഡ്. പക്ഷേ ദൈവം ആര്? സെൽഫ് എക്സിസ്റ്റൻ്റ്. അപ്പോൾ ഈ പ്രത്യേകതകളാണ് ദൈവത്തെ ദൈവമാക്കുന്നത്. അത് നമുക്ക് കിട്ടത്തില്ല. പക്ഷേ കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് ഉണ്ട്, എന്നാൽ നമ്മിലേക്ക് പകരപ്പെടുന്ന ആട്രിബ്യൂട്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ മോറൽ ആട്രിബ്യൂട്ട്സ് എന്ന് പറയാം. ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ മോറലായിട്ടുള്ളത് എന്തൊക്കെയാ? ദൈവ സ്നേഹമാകുന്നു, സ്നേഹം. പക്ഷെ ദൈവത്തിൻ്റെ അതേ പെർഫെക്ഷനിലല്ല എങ്കിലും സ്നേഹം നമ്മിലുണ്ട്, ഇല്ലേ? ഉണ്ടോ? ഉണ്ട്. ദൈവം വിശുദ്ധനാണ്. ഗോഡ് ഈസ് ഹോളി. സ്തോത്രം. നമ്മൾ ദൈവത്തെ പോലെ വിശുദ്ധൻ എന്നല്ല പറയുന്നത്, എങ്കിലും ഹല്ലേലൂയ, നമ്മളും വിശുദ്ധ ജീവിതം, വിശുദ്ധി, സ്നേഹം. ഗോഡ് ഈസ് ഗ്രേഷ്യസ്, ആമേൻ, ഹല്ലേലൂയ, കൃപാലുവാണ്, മേഴ്സിഫുൾ, ദയാലുവാണ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ. പിന്നെ ഗോഡ് ഈസ് ട്രൂത്ത്ഫുൾ, ഫെയ്ത്ത്ഫുൾ. ഇതൊക്കെ നമ്മിലും വെളിപ്പെടാവുന്ന സ്വഭാവങ്ങൾ, അല്ലേ? അട്രിബ്യൂട്ട്സ്, സ്വഭാവ വിശേഷതകൾ. ഹല്ലേലൂയ, ആമേൻ. ഇതൊക്കെ നമ്മിലും വെളിപ്പെടണം. സ്വർഗീയ പിതാവിൻ്റെ ഈ സ്വഭാവങ്ങൾ മോറൽ ആട്രിബ്യൂട്ട്സ് എന്ന് പറയും, അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയും. ഇത് നമ്മിൽ വെളിപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിലാണ് ഈ മോറൽ ആട്രിബ്യൂട്ട്സ് ഇൻ പെർഫെക്ഷനിലുള്ളത്. പക്ഷെ നമ്മിലും അത് വെളിപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഇവിടെ ഉണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ സ്വർഗീയ പിതാവിൻ്റെ പ്രത്യേകതകൾ വളരെ വേഗത്തിൽ ഓടിച്ച് ഞാൻ പറഞ്ഞു നിർത്താം. സ്വർഗീയ പിതാവിൻ്റെ പ്രത്യേകതകൾ ഈ 6-ാം അധ്യായത്തിൽ നിന്ന് 5-ാം അധ്യായം നമ്മൾ പറഞ്ഞ 6-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ അവിടെ കാണുന്ന ചില കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പറയാം. ആമേൻ. 6:4 പറയുന്നു. ഹല്ലേലൂയ. ഒന്ന് വായിക്കാമോ? 6:4. യെസ്, രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രതിഫലം തരുന്നവനായ ഒരു പിതാവ്. സ്വർഗീയ പിതാവിൻ്റെ പ്രത്യേകതയാ, അവൻ പ്രതിഫലം തരുന്ന പിതാവാണ്. ഹല്ലേലൂയ. നീ ഭിക്ഷ കൊടുക്കുന്നതിന്, നീ കൊടുക്കുന്നതിന് പ്രതിഫലം തരുമെന്ന്. പക്ഷെ ഇടം കൈ ചെയ്യുന്നത് വലം കൈ അറിയരുത്. നീ കൊടുക്കുന്നതിന് നിനക്ക് പ്രതിഫലം തരുന്നൊരു പിതാവ്. നീ പ്രാർത്ഥിക്കുന്നതിന് നിനക്ക് പ്രതിഫലം തരുന്നൊരു പിതാവ്. പക്ഷേ അത് മറ്റുള്ളവർക്ക് വിളങ്ങേണ്ടതിനാകരുതെന്ന് മാത്രം. നീ ഉപവസിക്കുന്നതിന് പ്രതിഫലം തരുന്നൊരു പിതാവ്. പക്ഷേ മറ്റുള്ളവർക്ക് വിളങ്ങേണ്ടതിനാകരുതെന്ന് മാത്രം, മറ്റുള്ളവരാൽ മഹത്വം ലഭിക്കേണ്ടതിനാകരുതെന്ന് മാത്രം. ആമേൻ. മറ്റുള്ളവർ കൊടുക്കുന്നതിന്, ദൈവനാമത്തിൽ കൊടുക്കുന്നതിന്, മറ്റുള്ളവർ കൊടുക്കുന്നതിന് പ്രതിഫലം തരുന്ന പിതാവ്. നീ പ്രാർത്ഥിക്കുന്നതിന് പ്രതിഫലം തരുന്ന പിതാവ്. നീ ഹല്ലേലൂയ ഉപവസിക്കുന്നതിന് പ്രതിഫലം തരുന്ന പിതാവ്. പ്രതിഫലം തരുന്ന പിതാവ്. ഈ ഭൂമിയിലും സ്വർഗത്തിലും പ്രതിഫലം തരുന്ന ഒരു സ്വർഗീയ പിതാവ് നമുക്കുണ്ട്. ഹല്ലേലൂയ. നമ്മെ കാണുന്ന, നമുക്ക് പ്രതിഫലം നൽകുന്ന ഒരു പിതാവുണ്ട്. ഹല്ലേലൂയ. നമ്മളെ കാണുന്ന, നമുക്ക് പ്രതിഫലം നൽകുന്ന ഒരു സ്വർഗീയ പിതാവിൻ്റെ മക്കളായി തീരുവാൻ ദൈവം അവകാശം നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. We have a heavenly Father. Hallelujah. I mean, who gives us rewards. What he gives us? He gives us rewards. I mean, when we pray, God will reward our prayers. When we fast, God will reward. When we give alms or when we help others, God will give us rewards. Hallelujah. For സ്വർഗീയ പിതാവ്, the heavenly Father who gives reward. Hallelujah. നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്നൊരു പിതാവ്. ഹല്ലേലൂയ. നമ്മളെ അറിയുന്ന, നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന ഒരു സ്വർഗീയ പിതാവ്. എന്ത് തിന്നും, എന്തുടുക്കും, എന്തു കുടിക്കും എന്ന് നിങ്ങൾ വിചാരപ്പെടരുത്. ഇവയൊക്കെയും ജാതികൾക്കുള്ളതത്രേ. ആമേൻ. സ്വർഗീയ പിതാവ് നിങ്ങളുടെ ആവശ്യങ്ങളെ നിങ്ങൾ ചോദിക്കും മുൻപ് തന്നെ അറിയുന്നു.
ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തെ അറിയുന്ന, നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന ഒരു സ്വർഗസ്ഥ പിതാവ് നമുക്കുള്ളതിനായിട്ട് സ്തോത്രം ചെയ്യാൻ കഴിയുമോ? ഹല്ലേലൂയ. അവൻ മതിയായവൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് മതിയായവൻ. ഇന്നലകളിൽ അവൻ നമ്മെ നടത്തിയെങ്കിൽ, ഇന്നവൻ നമ്മെ നടത്തുന്നെങ്കിൽ, നാളെയും അവൻ നമ്മെ നടത്താൻ മതിയായവൻ. ജീസസ് ക്രൈസ്റ്റ് is the same yesterday, today and forever. He is enough for us. അവൻ നടത്താൻ അവൻ വിശ്വസ്തനാ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നമ്മൾ വായിക്കേണ്ട, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ മുടിനായ പുത്രൻ മടങ്ങി വരുമ്പോൾ സ്വീകരിക്കുന്ന സ്നേഹവാനായ ഒരു പിതാവിനെ നമ്മൾ കാണുന്നുണ്ട്. മുടിനായ പുത്രൻ മടങ്ങി വരുമ്പോൾ ഹല്ലേലൂയ ക്ഷമിച്ച് അവനെ സ്വീകരിക്കുന്ന ഒരു പിതാവ്. അപ്പാ, ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു, നിന്റെ മകനെന്ന് വിളിക്കുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, കൂലിക്കാരനൊരുത്തനെ പോലെ ആക്കണമെന്ന് പറഞ്ഞില്ല. ആമേൻ. തൻ്റെ ഹൃദയത്തിൽ അങ്ങനെയൊക്കെയാണ് തീരുമാനിച്ചത്. ഹല്ലേലൂയ. പക്ഷേ ആ മകൻ മടങ്ങി വരുമ്പോൾ ക്ഷമിച്ച് സ്നേഹത്തോടെ സ്വീകരിക്കുന്ന ഒരു പിതാവ്. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ അതേത് പാതാള കുഴിയിൽ നിന്നാണ് ചെല്ലുന്നതെങ്കിലും, എന്ന് പറഞ്ഞാൽ എത്ര പാപത്തിൻ്റെ അനുഭവത്തിൽ നിന്നാണ് ചെല്ലുന്നതെങ്കിലും, ഏറ്റുപറയുമ്പോൾ, കരയുമ്പോൾ, ഹല്ലേലൂയ, നമ്മളോട് ക്ഷമിച്ച് നമ്മളെ ചേർത്ത് നിർത്തുന്ന പന്നിയെ മേയ്ക്കുന്ന ഇടത്തുനിന്ന് വരുന്നതെന്ന് ആമേൻ അവൻ്റെ മണമടിക്കുമ്പോൾ തന്നെ അറിയാം, അവൻ്റെ വസ്ത്രം കാണുമ്പോൾ അറിയാം. പക്ഷെ എന്നിട്ടും ചേർത്താലിംഗനം ചെയ്തൊരു പിതാവ്. നമ്മുടെ സ്വഭാവത്തിൽ നിന്ന്, നമ്മുടെ സ്വഭാവ നിമിത്തം വമിക്കുന്ന ദുർഗന്ധം അപ്പനറിയാം. സ്തോത്രം, സ്തോത്രം. നമ്മുടെ സ്വഭാവം നിമിത്തം വമിക്കുന്ന ദുർഗന്ധം എത്രയെന്ന് ദൈവത്തിന് അറിയാം. പക്ഷെ എന്നിട്ടും നമ്മൾ ഏറ്റുപറയുമ്പോൾ, നമ്മൾ അനുദപിക്കുമ്പോൾ, മടങ്ങിച്ചെല്ലുമ്പോൾ ചേർത്ത് നിർത്തിയിട്ട് തൻ്റെ സ്നേഹം നമുക്ക് പകർന്നു നൽകുന്ന ഒരു സ്വർഗീയ പിതാവുണ്ട്. എത്ര പേർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു? സ്നേഹവാനായ ഒരു പിതാവ്. ഹല്ലേലൂയ. നമ്മൾ മടങ്ങിച്ചെല്ലുമ്പോൾ ചേർത്ത് പിടിക്കുന്ന ഒരു പിതാവ്. നമ്മുടെ ആവശ്യം അറിഞ്ഞിട്ട്, അവൻ്റെ ആവശ്യം, അവന് വസ്ത്രം വേണം, അവന് മോതിരം വേണം, അവന് കാലിന് ചെരുപ്പ് വേണം, ആമേൻ, അതൊക്കെ അറിഞ്ഞിട്ട് അവൻ ചോദിച്ചിട്ടല്ല, അവൻ ചോദിക്കാതെ തന്നെ അപ്പൻ നൽകുകയാണ്. അങ്ങനെയെങ്കിൽ ചോദിക്കും മുൻപേ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു സ്വർഗസ്ഥ പിതാവുണ്ട്. നമ്മളോട് ക്ഷമിക്കുന്ന ഒരു പിതാവുണ്ട്. നമ്മളെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുന്ന ഒരു പിതാവുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ തന്നെ എബ്രായ ലേഖനം പറയുന്നു, നമ്മെ ശിക്ഷിച്ച് വളർത്തുന്ന ഒരു പിതാവുണ്ട്. ആമേൻ. ശിക്ഷകളുണ്ട്, ബാലശിക്ഷ. നമ്മൾ പാടാറുണ്ട്, ബാലശിക്ഷ നൽകുമെന്ന് അപ്പനെങ്കിലും ചേലരും തൻ സ്നേഹം. പാടാൻ സമയമില്ല, കുറഞ്ഞു പോയിടാ. ഹല്ലേലൂയ. ബാലശിക്ഷ നൽകി നമ്മളെ കറക്റ്റ് ചെയ്യുന്ന, സ്തോത്രം, 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 ഒരു പിതാവ്. ഹല്ലേലൂയ. എബ്രായ ലേഖനം പറയുന്നു ബാലശിക്ഷ നൽകുന്ന പിതാവ്. ഹല്ലേലൂയ. എഫേസ്യ ലേഖനം പറയുന്നു സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവായ ദൈവം. ഹല്ലേലൂയ. സ്വർഗീയമായ അനുഗ്രഹങ്ങളെ കൊണ്ട് നമ്മെ നിറയ്ക്കുന്ന ഒരു സ്വർഗസ്ഥ പിതാവുണ്ട്. ഹല്ലേലൂയ. ആ പിതാവിൻ്റെ സ്വഭാവം നമ്മിൽ വെളിപ്പെടണം. ആ പിതാവിൻ്റെ മോറൽ ആട്രിബ്യൂട്ട്സ് നമ്മിൽ വെളിപ്പെടണം. സ്നേഹം നമ്മിൽ വെളിപ്പെടണം. ഹല്ലേലൂയ. ആ പിതാവ് നമ്മെ സ്നേഹിക്കുന്നു. ഇവിടെ പറയുകയാണ്, ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും അവൻ മഴ കൊടുക്കുന്നു, അവൻ സൂര്യനെ ഉദിപ്പിക്കുന്നു. He doesn't show any partiality even though they are sinners. Hallelujah. He doesn't show any partiality. അവൻ സ്നേഹിക്കുകയാ. അതുകൊണ്ടാണ് പറയുന്നത്, നിന്റെ ശത്രുവിനെ സ്നേഹിക്കണം. സ്വർഗീയ പിതാവിൻ്റെ പുത്രന്മാരാകുവാൻ വേണ്ടി, സ്വർഗീയ പിതാവിൻ്റെ പുത്രന്മാരാകണമെങ്കിൽ സ്വർഗീയ പിതാവിൻ്റെ സ്വഭാവം വെളിപ്പെടണം, ക്യാരക്ടർ ഉണ്ടാകണം. ഹല്ലേലൂയ. സ്വർഗീയ പിതാവിൻ്റെ ക്യാരക്ടർ, സ്നേഹം വെളിപ്പെടണം, ക്ഷമ. ആമേൻ. അതാണ് ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മൾ വെളിപ്പെട്ടാൽ മതി. സിംപിളി പറഞ്ഞാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മൾ വെളിപ്പെട്ടാൽ മതി. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ആത്മാവിൻ്റെ ഫലം നമ്മിൽ വെളിപ്പെട്ടാൽ മതി. സ്വർഗീയ പിതാവിൻ്റെ സ്വഭാവമാ ആത്മാവിൽ കൂടെ വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ, ഹല്ലേലൂയ, അവർ ക്യാരക്ടർ ക്രൈസ്റ്റ് ലൈക്ക് ക്യാരക്ടർ, ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മിൽ വെളിപ്പെടുവാൻ സ്വർഗീയ പിതാവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും ദിവസം അടയപ്പെടട്ടെ. ലെറ്റ്സ് ഓൾ ക്ലോസ് ദ ഐസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. റിബൽഖബാ രബശംധന രഗസിയാന്ധന അൽഖമാറിയാന്ധന രഗസിയാന്ധന. നമ്മുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ
Hallelujah. നമ്മളും സൽഗുണപൂർണ്ണരാകണം. Our heavenly Father is perfect, so we also need to be perfect. That's what God's will. Hallelujah. കർത്താവിന് ഇഷ്ടം അതാ, നമ്മുടെ സ്വഭാവം ക്രിസ്തുവിൻ്റെ സ്വഭാവമായി മാറ്റപ്പെടണം. ക്രൈസ്റ്റ് ലൈക്ക് നേച്ചർ ഉണ്ടാകണം. അവൻ തന്നെത്താൻ താഴ്ത്തിയവനാ, അവൻ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നവനാ. He humbled himself and he died on the cross of Calvary. Amen. Hallelujah. He was obedient to the Father. Hallelujah. Let's together pray. Let the character of God be revealed in our life. Let the character of our Heavenly Father be reflected in our life. Hallelujah. സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സ്വഭാവം നമ്മിൽ വെളിപ്പെടട്ടെ. ദൈവഹിതം നമ്മിൽ വെളിപ്പെടട്ടെ. ദൈവ ഇഷ്ടം നമ്മിൽ വെളിപ്പെടട്ടെ. സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.